ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നവംബർ 5 കാർത്തിക പൗർണമിയാണ്. അപ്പോൾ പൗർണമി ഡേറ്റ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഇതിനോടകം തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ പൗർണമി റിച്വലിന് വേണ്ടിയിട്ട് നിങ്ങളോട് കമൻസ് ഇടാൻ പറയാറുണ്ട്. അപ്പോൾ ഇത്തവണ കമൻസ് ഇടേണ്ടത് ഈ ഒരു വീഡിയോയുടെ താഴെയല്ല, അതിനായിട്ട് സെപ്പറേറ്റ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഇതിനോടകം തന്നെ അവിടെ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് പോസ്റ്റ് എന്നുള്ള സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എന്നിട്ടുള്ള ആ ഒരു പോസ്റ്റ് കാണാം. അപ്പോൾ പങ്കെടുക്കുന്നവർ അവിടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടൈമിങ്സ് എല്ലാം ആ ഒരു പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കമൻറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം, നമ്മൾ ഇന്ന് ചെയ്യുന്ന റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കമൻസും ഇതിനകത്ത് കയറി വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് മൊത്തം മിക്സായി കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് നിങ്ങളുടെ നെയിംസ് എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് പേരെ വിട്ടുപോയിന്ന് വരാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങൾ പങ്കെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ പതിവായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് പൗർണമി ടൈമിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ആരൊക്കെയോ എന്നോട് ചോദിച്ചിരുന്നു മൂൺ ബാത്തൊക്കെ നല്ലതാണോ എന്നുള്ളത്. വളരെ നല്ലതാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഒരു മൂൺലൈറ്റിൽ കുറച്ച് സമയം ചിലവഴിക്കുക. അതിപ്പോൾ കുറച്ച് ടൈം അവിടെ ഇരിക്കാനാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം ആ ഒരു മൂൺലൈറ്റിലൊന്ന് നേച്ചറുമായിട്ട് മിങ്കിൾ ചെയ്തൊന്ന് നടക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് സമയം ചിലവഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മൂൺ ബാത്ത് നല്ലതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പൗർണമിയൊക്കെ വരുമ്പോഴത്തേക്കും അത് മിസ്സാക്കാതിരിക്കുക. ആ ഒരു പോസിറ്റിവിറ്റി മാക്സിമം നമ്മൾ അബ്സോർബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും നല്ലൊരു മൈൻഡ് സെറ്റിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമ്മളിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പർപ്പസ്ഫുള്ളി അവോയ്ഡ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. നമ്മളുടെ മൈൻഡിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും കൊടുക്കാതെ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഇമോഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് ആൻഡ് അറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ഓൾറെഡി ആ ഒരു പൗർണമി ടൈമൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്നത് കൊണ്ട് തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്താണ് അവരുടെ ഒരു അവസ്ഥ കാര്യങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഓവറോളായിട്ടൊന്ന് അറിയാം. Okay, 6 of Cups, Empress, King of Cups, 9 of Cups, Lovers, Page of Wands, 3 of Swords, 7 of Cups, 4 of Wands, 5 of Wands, Knight of Wands and the Moon. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് എനർജീസാണ് കാണുന്നത്, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന രണ്ട് പാർട്ട്നേഴ്സിനെ കാണാം. അപ്പോൾ ആ ഒരു പാർട്ട്നേഴ്സിൻ്റെ എനർജിയിൽ പോലും നമുക്ക് വളരെയധികം ഇമോഷണൽ സ്റ്റെബിലിറ്റി, ബാലൻസ്, അബണ്ടൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ കാണാം. ഇനി ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് തന്നെയാണ്. ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നേരത്തെ മുതലേ നിങ്ങൾക്ക് അറിയുന്നൊരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ പണ്ട് പഠിച്ച വ്യക്തികളൊക്കെ പിന്നീട് നമ്മളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറുടെ സ്ഥാനത്ത് കയറി വരാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ അറിയുന്ന ഒരു വ്യക്തി ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ലൈഫിലേക്ക് കയറി വരാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ റിലേറ്റീവ് ആയിരിക്കാം. അങ്ങനെയുള്ളൊരു കണക്ഷൻ ഉള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല കാലപ്പഴക്കമുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് തന്നെ പറയാം. റീസെൻ്റായിട്ട് ഫോം ചെയ്ത റിലേഷൻഷിപ്പ് അല്ല ഇത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വളരെയധികം മെച്യൂർ ആയിട്ടുള്ള രണ്ട് വ്യക്തികളും ആയിരിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ അത്രയും ബോണ്ടിങ് ഉള്ളൊരു റിലേഷൻഷിപ്പ്. ഇവിടുത്തെ ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു മെസ്കുലിൻ എനർജീനേക്കാളും ഒരു പവറിൽ നിൽക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അപ്പോൾ മേ ബി ഈ ഒരു മെസ്കുലിൻ എനർജി നിങ്ങളിൽ ആർക്കാണ് ഉള്ളതെങ്കിലും
ആ ഒരു പേഴ്സൺ അത്രയധികം ഈ ഒരു ഫെമിനിൻ എനർജിയോട് എന്താ പറയുന്ന ഒരു താല്പര്യം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫെമിനിൻ എനർജിയോട് കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക, ഒബീഡിയൻ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. നമുക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണർ എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോട്ടെ, കുഴപ്പമില്ല, അല്ലെങ്കിൽ അവർ നന്നായിട്ട് ഗൈഡ് ചെയ്യും എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതായത് പാർട്ട്ണറുടെ കാര്യത്തിൽ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആയിട്ട് നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു എനർജി കൂടാതെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ചോയ്സിനും പ്രാധാന്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം പരസ്പരം ട്രസ്റ്റ് ബോണ്ടിങ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഈ പറഞ്ഞതുപോലെ ഒരാൾ എല്ലാ ഇഷ്ടത്തോടും കൂടി മറ്റൊരാൾ നമ്മളുടെ റിലേഷൻഷിപ്പ് എടുത്ത് മുന്നോട്ട് നടന്നോട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്തൊക്കെ രണ്ടുപേരും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ കുറച്ച് റിലേഷൻഷിപ്പ് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ പാർട്ട്ണറുടെ കംഫോർട്ട് സോണിൽ വളരെ സേഫായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ട്. അതായത് റിലേഷൻഷിപ്പിലെ ഡിസിഷൻസ് ആയിക്കോട്ടെ, പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം. ഇവിടെ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഫെമിനിൻ എനർജിയാണ് കുറച്ച് കയറി നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുമ്പോൾ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണാം. പക്ഷേ അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ കാണുന്നത് ഹാർട്ട് ബ്രേക്കാണ്. ഇത്രയൊക്കെ ഇവിടെ പറഞ്ഞിട്ടും കയറി വന്നിരിക്കുന്ന സംഗതി എന്ന് പറയുന്നത് ഹാർട്ട് ബ്രേക്കാണ്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഒരു എനർജിയായിട്ട് ചെറിയ ഒരു റിസംബ്ലൻസ് ഉള്ള എനർജീസ് നമ്മൾ ഈ കഴിഞ്ഞ ഏതൊക്കെയോ ഒരു ദിവസത്തിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജി കയറി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമുക്കത് തന്നെയാണ് കാണുന്നത്. വളരെ നല്ല രീതിയിൽ പോരുന്ന ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരു ചേഞ്ച് കയറി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതിനകത്ത് ഇങ്ങനെ ഒരു മാറ്റം കയറി വരും എന്നുള്ള ഒരു കാര്യം. അതായത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും ഒരു പുതിയ തുടക്കം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തിലേക്ക് പോയപ്പോഴായിരിക്കാം റിലേഷൻഷിപ്പിനകത്ത് ബുദ്ധിമുട്ടുണ്ടായത്. അതേതെങ്കിലും വ്യക്തിയോടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് വഴി റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമുക്കിവിടെ നല്ലതുപോലെ കാണാം. ഭൂരിഭാഗം വ്യക്തികൾക്കും ആ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. സിറ്റുവേഷനോ കരിയറോ ഒക്കെ ആയിട്ട് വരുന്നത് കുറച്ച് വ്യക്തികൾക്ക് മാത്രമായിരിക്കണം. കാരണം ഇവിടുത്തെ ഒരു എനർജി കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പോലെ മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുമ്പോൾ ഇതിന് അങ്ങനെ തന്നെ പോകാൻ പോവാണ് എന്നൊക്കെ കാൽക്കുലേഷൻ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ പോകുമ്പോഴാണ് പെട്ടെന്നൊരു അപ്സൈഡ് ഡൗൺ സംഭവിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ കയറി വരിക. അത് ഈ പറഞ്ഞതുപോലെ ചില പുതിയ വ്യക്തികളുടെ എൻട്രി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പോലും ഓർക്കാതെ ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തിലേക്ക് ചെന്ന് ഇറങ്ങി പുറപ്പെടുന്നത് വഴി അത് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന അവസ്ഥയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെയും അങ്ങനെയുള്ള ഒരു സംഗതി കാണാം. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഒരുപാട് ചോയ്സസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരൊക്കെ തിരിച്ചറിയുന്നത് നമ്മൾ പാസ്റ്റിൽ ഭയങ്കരമായിട്ട് മനസ്സിനകത്ത് ഒരു സ്ഥാനമൊക്കെ കൊടുത്ത് കെട്ടിപ്പൊക്കി വെച്ചിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ എൻ്റെ വ്യക്തി ഒരിക്കലും എന്തൊക്കെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും എന്നെ വിട്ട് പോവില്ല, അവരുടെ മനസ്സ് മുഴുവൻ ഞാനാണെന്നുള്ളൊരു കോൺഫിഡൻസിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ളൊരു കഥകളും സംഭവങ്ങളൊക്കെ ലൈഫിൽ കയറി വരുന്നത്. അതിപ്പോൾ എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും നമ്മൾ അവരുടെ ഒരു മറ്റൊരു ഫേസ് ചിലപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് ആ ഒരു സമയത്തായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജി നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് എൻഡപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു എനർജീസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇവിടെ ഒരു 5 ഓഫ് വാണ്ട്സ്, നൈറ്റ് ഓഫ് വാണ്ട്സ്, അതുപോലെ തന്നെ മൂൺ എനർജീസൊക്കെയാണ്. ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ ഒരവസ്ഥ ഈ പറഞ്ഞതുപോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നു. സംശയമുണ്ട്, വഴക്ക്, ആർഗ്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാം. ട്രസ്റ്റ് ഇഷ്യൂസ് നല്ലതുപോലെ ഉണ്ട്. ചിലപ്പോൾ ആ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടായ കാഴ്ചപ്പാട് കംപ്ലീറ്റ്ലി മാറിപ്പോയിട്ടുണ്ടാവും. അതായത് നേരത്തെ നിങ്ങൾ അത്രയും ലോയൽ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു എനർജി എന്ന് പറയുന്നത് മറ്റേ എനർജിയെ കുറച്ച് ഒന്ന് അവർ നയിച്ചോട്ടെ ഞാൻ പുറകിലുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന എനർജിയാണ്. കാരണം അത്രയും ഒരു സ്നേഹം കൊടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു രീതിയിലൊക്കെ പോകുന്നത്. അതായത് അവിടെ ഈഗോ പ്രോബ്ലംസോ കാര്യങ്ങളോ പോലും ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ അവർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇറങ്ങി പുറപ്പെട്ട ആ ഒരു കാര്യം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് വന്ന പുതിയ കണക്ഷൻ ആയിരിക്കാം. അതൊക്കെ എന്താണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് നല്ലതുപോലെ കുളമാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഉം, എന്താ പറയുക, ഒരു ടെംപ്റ്റേഷൻ, ഒരു പ്രലോഭനത്തിൽ പോയ വ്യക്തികൾ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം ട്രസ്റ്റ് വർത്തി ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് മറ്റൊരു കാര്യം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയൊക്കെ ലൈഫിൽ കടന്നു വരുമ്പോൾ അവിടെയുള്ള പല കാര്യങ്ങൾ ആ ഒരു ഗ്രീൻനെസ് സൈഡ് കണ്ടുപോകുന്ന വ്യക്തികൾ, ആ ഒരു എനർജീസ് ഇവിടെ നമുക്ക് നല്ലതുപോലെ എടുത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു വിശ്വാസം അടിമുടി തകർക്കുക എന്ന് പറയില്ല, എന്ന് പറഞ്ഞ പോലെയുള്ള സംഗതികളൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാം. എന്തായാലും അതിനെ ചൊല്ലി വഴക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ സൈലൻസിലിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം.
അതും നമുക്കിവിടെ കാണാം. ഈ പറഞ്ഞ എനർജീസ് എല്ലാം നമുക്കിവിടെ കയറി വന്നിട്ടുണ്ട്. ആ ഒരു പേഴ്സൻ്റെ ജെനുവിനിറ്റിയെ നിങ്ങൾ നല്ലതുപോലെ സംശയിക്കുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഓവറോളായിട്ട് നോക്കുമ്പോൾ കിട്ടിയിരിക്കുന്ന സിറ്റുവേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നോക്കാം എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ഹാർമണി, റിബൽ, ഇന്നർ വോയിസ്, സ്കിസോഫ്രീനിയ, റീബർത്ത്, ഔട്ട്സൈഡർ, അഡ്വെഞ്ചർ, തണ്ടർബോൾട്ട്, going with the flow, guilt, guidance, the fool. അപ്പോൾ നമ്മൾ കറൻ്റ്ലി ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ് നോക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഹാർമണി എനർജിയാണ്. ദാറ്റ് മീൻസ് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഒത്തുപോകാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി സിറ്റുവേഷൻ നോക്കിയപ്പോൾ കണ്ടു, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ. ചിലർക്ക് നോ കോൺടാക്റ്റ് ആയിരിക്കാം, ട്രസ്റ്റ് ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു സൈലൻസ് പീരീഡിലായിരിക്കാം ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ. ആ ഒരു സൈലൻസ് മോഡിൽ പോകുന്ന ടൈമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ്. എന്താണെന്നുണ്ടെങ്കിലും അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു കാലിലുള്ള ചങ്ങലയാണത്. അത് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അവരിപ്പോൾ തുടരുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. തേർഡ് പാർട്ടി എനർജീസ് തീർച്ചയായിട്ടും ഉണ്ടാവാം. അത് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, ഓൾറെഡി നമ്മൾ സിറ്റുവേഷനിലും അത് കണ്ടതാണ്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എനർജി ആണെന്നുണ്ടെങ്കിലും അത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു മനസ്സുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്ര ബുദ്ധിമുട്ടായിട്ടുള്ള വേസ്റ്റ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഹാർമണിയിലേക്ക് വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. പക്ഷേ കൂടുതലായിട്ടും ഈ ഒരു പേഴ്സൺ അതിനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുന്ന അവരുടെ ഒരു മൈൻഡ് സെറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻറ്റ്യൂഷൻ, നമ്മളുടെ സോൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇന്നർ എനർജി അതവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു മൈൻഡ് ഈ പേഴ്സൺ ഉണ്ടാവുന്നത് തന്നെ അതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതായത് ചിലപ്പോൾ നമ്മൾ പർപ്പസ്ഫുള്ളി വേണ്ട, എനിക്ക് ഇന്ന കാര്യം വേണ്ട, ഞാൻ ഇനി ഇതിലേക്ക് പോകില്ല, ഇത് പ്രശ്നമാണ്, എനിക്കിനിയും ഇത് സഹിക്കാൻ പറ്റില്ല, അങ്ങനെ നമ്മൾ പല രീതിയിലുമൊക്കെ പല കാര്യങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ നോക്കും. പക്ഷേ നമ്മുടെ മനസ്സ് അതിന് അനുവദിക്കുന്നുണ്ടാവില്ല. വെരി നെക്സ്റ്റ് മൂമെൻറ്റ് നമ്മൾ വീണ്ടും നമുക്കത് അകന്ന് പോയാലോ എന്നോർത്ത് കൂടുതലൊന്നും കൂടി ടെൻഷനും കാര്യങ്ങളൊക്കെ വരും. എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഉള്ളിലിരുന്ന് ആരോ പറയാണ് അത് നമുക്ക് വേണം, നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ള ആ ഒരു എനർജി. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലതുപോലെ കാണാം ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു എനർജി. തീർച്ചയായിട്ടും അതാണ് കുറച്ചും കൂടി നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷേ ഇവർ കുറച്ചൊരു സ്റ്റക്ക് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്ക് മൈൻഡ് സെറ്റ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സ്കിസോഫ്രീനിയ എനർജിയാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു ഡബിൾ മൈൻഡ്, ഒരു ഇൻഡിസിഷൻ, ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ. ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം. അതെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. എങ്കിലും നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ഡെഡ് എൻഡ് പോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ റീബർത്തിലേക്ക് വരണം എന്നുള്ള ആ ഒരു ചിന്താഗതികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പക്ഷെ വീണ്ടും ഈ പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു ലോസ് ഫീലിംഗ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭയം, കാര്യങ്ങൾ, അതും നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ തന്നെ നല്ലൊരു സ്ട്രോങ് ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു റിസ്ക് ആയിരിക്കും. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. പക്ഷേ അങ്ങനെയുള്ളൊരു കാര്യം, ഒരു ആക്ഷൻ ഈ ഒരു പേഴ്സൺ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഡിസ്ട്രക്ഷനിലേക്ക് പോകുമോ എന്നുള്ളൊരു ഫിയർ ഈ വ്യക്തിക്കുണ്ട്. അതായത് നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ന ഇന്ന സംഭവങ്ങൾ ഉണ്ടായേക്കുമോ എന്നുള്ളൊരു ഭയം. ആ ഒരു ഫിയർ നമ്മളിവിടെ പറഞ്ഞ പോലെ അത് അവർക്കൊരു സ്റ്റക്നെസ് ഉണ്ടാക്കുന്നുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് നല്ലതുപോലെ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നെക്സ്റ്റ് എനർജിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്. അതായത് ഇങ്ങനെ ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും കൂടി കാര്യങ്ങൾ
കൂടുതൽ കൈവിട്ട് പോകും. ചിലപ്പോൾ ഇപ്പോൾ ഓൺ ആൻഡ് ഓഫിൽ പോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടി അതൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമോ? അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അത് കൂടുതലായിട്ടൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ? അങ്ങനെയുള്ള പേടി കൊണ്ടായിരിക്കും. ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജി എന്ന് പറയുമ്പോൾ പോകുന്ന പോലെ പോട്ടെ എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ മനസ്സുകൊണ്ട് നമ്മളിവിടെ നോക്കുമ്പോൾ ഈ പേഴ്സൺ ഹാർമണി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റക്കായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് അവരെ അതിനായിട്ട് പ്രേരിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഫിയർ, ഡബിൾ മൈൻഡ് കാര്യങ്ങളൊക്കെ അവരെ ഒരു ആക്ഷൻ എടുക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് മൈൻഡിലൂടെ ഈ ഒരു പേഴ്സണെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗിൽറ്റ് എനർജിയാണ്. നിങ്ങളോട് ചെയ്തതിൽ നല്ലതുപോലെ കുറ്റബോധം ഈ ഒരു പേഴ്സൺ ഉണ്ട്. നമ്മൾ ഓൾറെഡി സിറ്റുവേഷൻ നോക്കിയപ്പോൾ കണ്ടതാണ് എത്ര നല്ല രീതിയിൽ പോയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു. അവിടെയാണ് ഈ ഒരു പേഴ്സൺ മറ്റൊരു കാര്യത്തിൻ്റെ പുറകെ പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു ചോയ്സ് എനർജിയുടെ പുറകെ പോയിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ അതിൽ നല്ല രീതിയിലുള്ള കുറ്റബോധമുണ്ട്. ഒരുപക്ഷേ തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് പണി കിട്ടിയിട്ടുള്ള വ്യക്തിയായിരിക്കും. അത് നമുക്കറിയില്ലല്ലോ. നമ്മളിപ്പോഴത്തെ ഫീലിങ്സ് എടുക്കുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ പരമായിട്ട് അവർക്ക് നല്ല രീതിയിലുള്ളൊരു പെയിൻ തോന്നുന്നുണ്ടാവും. ചിലരത് പുറമേ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് അവനവൻ്റെ മനസ്സിനറിയായിരിക്കും. അതിനെ ആർക്കും പറ്റിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ളൊരവസ്ഥ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇങ്ങനെയൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിനകത്തുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അവർ സ്പിരിച്വലിയൊക്കെ കുറച്ചും കൂടി കണക്റ്റായിട്ട് നിൽക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും. പിന്നെ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പൗർണ്ണമി ടൈമിലൊക്കെ നമ്മൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചും കൂടി അവർക്ക് ആ ഒരു സ്പിരിച്വൽ രീതിയിലുള്ളൊരു വൈബോ, ഇൻറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവാം. അതും കൂടി കൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു സംശയമില്ല. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു എനർജി പോലെ തന്നെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ഞാൻ ഇതിനകത്തേക്ക് വരും എന്നുള്ളൊരു എനർജിയിലാണ് അതവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആകെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡുണ്ട്. കാര്യം നിങ്ങളുടെ കാര്യത്തിൽ ഉറച്ചൊരു തീരുമാനം അവരുടെ മനസ്സിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും വേറെ ചില കാര്യങ്ങൾ അവരെ ഭയപ്പെടുത്തുന്നു. നമ്മൾ പറഞ്ഞതുപോലെ അവരായിട്ടൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊരു റിസ്ക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അത് ബുദ്ധിമുട്ടാവോ? അല്ലെങ്കിൽ ഒന്നും കൂടി അത് തകർച്ചയിലേക്ക് പോവോ? എന്നൊക്കെയുള്ള ഒരു ഭയം ഈ ഒരു പേഴ്സണുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഒന്ന് ശങ്കിച്ച് നിൽക്കുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ലൈഫിലൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളുടെ മൊത്തത്തിൽ കൈവിട്ട് പോകുമ്പോൾ ഏത് ദൈവത്തിനെ വിളിക്കാത്തവനും ദൈവത്തിനെ വിളിച്ചു പോകും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിവിടെയും കാണാം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വഴി ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തീർത്തും മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു ഹെൽപ്പ് തേടിയേക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അങ്ങനെ പോകുന്ന വ്യക്തികളാണ്. നിങ്ങൾ തമ്മിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ചിലപ്പോൾ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ വഴി നിങ്ങളിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർ അവരുടെ ഒരു മനസ്സിലിരിപ്പ് എന്താണെന്ന് മറ്റൊരാളിലൂടെ ചിലപ്പോൾ നിങ്ങളെ അറിയിക്കാനായിട്ടുള്ള സാധ്യതയും നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ന്യൂ ബിഗിനിങ് അത്രയധികം താല്പര്യമുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ആ ഒരു ആങ്സൈറ്റി, ഫിയർ, സ്റ്റക്നെസ് അതും ഈ പേഴ്സണിൽ കാണാം. അപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ മനസ്സിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കാം നോ കോൺടാക്റ്റും ലെസ് കോൺടാക്റ്റിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു പാറ്റേണിൽ പോകുന്നത്. നമ്മളിപ്പോഴത്തെ ഒരു എനർജിയാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് കുറച്ച് നാളുകളായിട്ട് ഇതേ എനർജി തന്നെ ആയിരിക്കാം. പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് യോജിച്ച് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ മാറ്റി നമ്മൾ ആ ഒരു റീബർത്ത് പോലെ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ്. പക്ഷേ എവിടെയൊക്കെ ഒരു ധൈര്യക്കുറവും നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത് ആരുടെയൊക്കെ പേഴ്സൺസിൻ്റെ എനർജി ആണെന്ന് അറിയില്ല. സിറ്റുവേഷൻ നമ്മൾ ഓൾറെഡി എടുത്തുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിന്ന് ആ ഒരു തേർഡ് പാർട്ടി റിമൂവ് ചെയ്ത് പോകാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണോ നിങ്ങളുടെ ആവശ്യം അത് യൂണിവേഴ്സിനോട് തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യപ്പെടുക. നമ്മളുടെ ആവശ്യം നമ്മൾ വളരെ കോൺഫിഡൻറ്റോടു കൂടി തന്നെ യൂണിവേഴ്സിനോട് പറയാന്നുള്ളതാണ്. നമ്മളുടെ കോൺഫിഡൻസ് നമ്മളൊരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പൗർണ്ണമി ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.